ഇനി അടുത്ത പാർട്ട് ഗ്രോത്ത് ഇൻ ബോഡി, മൈൻഡ്, ഇമോഷൻസ് ആൻഡ് മണി. ഈ ഒരു പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് നോക്കാം. ഒന്ന്, മൂവ് ഡെയിലി. എല്ലാ ദിവസവും നന്നായിട്ട് മൂവ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമല്ല, മനസ്സിനും കൂടിയാണ്. രണ്ടും നമുക്ക് ആവശ്യമാണ്. രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് എക്സസൈസ്, അല്ലെങ്കിൽ ബോഡി എല്ലാ ദിവസവും മൂവ് ചെയ്യുന്നത്. രണ്ട്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതിൽ മടി കാണിക്കാതിരിക്കുക. മൂന്ന്, നന്നായിട്ട് ഉറങ്ങുക. നല്ല റെസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി ഒട്ടും കിട്ടില്ല. നമുക്കൊന്നും ചിന്തിക്കുമ്പോൾ ഒന്നും പൂർത്തിയാക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ തന്നെ കഴിയില്ല. എപ്പോഴും ബ്രെയിനിൽ ഒരുപാട് ഫോഗ് നിറഞ്ഞ പോലെയാണ് തോന്നുള്ളൂ. നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ആണെങ്കിലും മനസ്സിൻ്റെ ആണെങ്കിലും ഡാമേജ് പരിഹരിക്കാൻ പറ്റണമെങ്കിൽ ഉറക്കം നിർബന്ധമാണ്. എപ്പോഴും ജേണൽ എഴുതുക, മനസ്സ് ക്ലിയർ ആക്കുക. ജേണൽ എഴുതേണ്ട എങ്ങനെയാണെന്നൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ടല്ലോ ഇതിന് മുൻപുള്ള വീഡിയോസിൽ. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. 5, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. 4 ജേണൽ കേട്ടോ, ജേണൽ എഴുതാൻ പറഞ്ഞത്. 6, പഠിക്കുന്നത് നിർത്താതിരിക്കുക. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ ലൈഫ് അത്രയും ഈസി ആവും പഠിക്കുന്നത് നിർത്താതിരിക്കുക.